സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ 12 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 9 രാജ്യങ്ങളിലായിട്ടാണ് ആമസോൺ കാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതലായിട്ട് ഓഫ് കോഴ്സ് ബ്രസീലിൽ തന്നെയാണ് ആമസോൺ കാട് കിടക്കുന്നത്, അതിനുശേഷം പെറു, അതിനുശേഷം ബൊളീവിയ, അങ്ങനെ 9 രാജ്യങ്ങളിലായിട്ടാണ് ആമസോൺ കാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വിശാലമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ കാട് ചൂഷണം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡെപ്ത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ നിക്ഷേപം ഉള്ളത് എവിടെയെന്ന് അറിയോ? സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ റഷ്യയിലോ ഒന്നും തന്നെ അല്ല, വെനിസ്വേലയിലാണ്. അതായത് ഏറ്റവും കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയിൽ 1/5, അതായത് നമ്മളെ ഭൂമിയിൽ ആകെ 20% ഓയിൽ നിക്ഷേപം കിടക്കുന്നത് വെനിസ്വേലയിലാണ്, സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേലയിലാണ്. അപ്പോൾ ഇവന്മാർ തന്നെ ആയിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവന്മാർ ഭാവിയിൽ വെനിസ്വേല എന്ന രാജ്യം ഭാവിയിൽ തീരുമാനിക്കുകയാണ് വെറുതെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉൽപ്പാദനം കാര്യങ്ങളൊക്കെ കൂട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആമസോൺ കാടിനെ തന്നെ ആയിരിക്കും നശിപ്പിക്കാൻ പോകുന്നത്. കാരണം അവന്മാരുടെ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ നിക്ഷേപവും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ടുള്ളത് ആമസോൺ കാടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആമസോൺ കാടിനെ നശിപ്പിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.